ഡോക്ടർ അഭിജിത്ത് കർമ്മ, വെൽക്കം ടു FTQ. ആത്മാ വെൽനസ്. ഡോക്ടർ 2025 എപ്പോഴും നമ്മൾ ആദ്യമേ എന്നും സാധാരണ 1-ാം തീയതി ആൾക്കാർ ഹെൽത്ത് റെസൊല്യൂഷൻസ് ഒരുപാട് എടുക്കും. ജിം, ഷുഗർ കട്ട്, നോൺ വെജ് കട്ട്, ആൽക്കഹോൾ കട്ട് എന്നൊക്കെ. താങ്കളുടെ അഭിപ്രായത്തിൽ ഹെൽത്തിന് 2025 നമ്മൾ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. അല്ല, 2025 ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുക, ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് കോവിഡ് കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഒത്തിരി പ്രിക്കോഷൻസും പ്രിവെൻഷൻസ് ഒക്കെ എടുത്തിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ 100-ൽ എത്ര ശതമാനം, ഒരു 3% മാത്രം മരണനിരക്കുള്ള കോവിഡിൽ നമ്മൾ അത്രയും പ്രിക്കോഷൻസും പ്രിവെൻഷൻസും, വാക്സിൻ ഉണ്ടായിരുന്നു, നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരുന്നു, മാസ്ക് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ കയ്യിലായിരുന്നോ? അല്ല. അപ്പോ 2025 നമ്മൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം, 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 100% നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. 2025 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് കഴിക്കണം എന്നുള്ളതിനേക്കാളും ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എപ്പോൾ കഴിക്കണം, വെൻ ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്, വാട്ട് ടു ഈറ്റ്. ഈ 3 കാര്യമാണ് ഭക്ഷണം. അതിൽ വെൻ ടു ഈറ്റ് എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന് വർഷമാവണം 2025. അതായത് വൺസ് ഇൻ എ വൈൽ നിങ്ങൾ രാത്രിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള വിയോജിപ്പുകളൊന്നും എനിക്കില്ല. പക്ഷേ അത് ശീലമാക്കുന്നതിനോടുള്ള കൃത്യമായ വിയോജിപ്പുണ്ട്. എത്ര മണിക്ക് ശരിക്കും എല്ലാവരും 7 മണിക്ക് ശേഷം കഴിച്ചുകൂടാ, അതിന്റെ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഒരു സമയമുണ്ടോ? ശരിക്കും നമുക്കൊരു ഡൈജഷൻ ഒരു സമയം വേണം. നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് അവയവങ്ങളുണ്ട്. അത് റെസ്റ്റ് വേണ്ടതും റെസ്റ്റ് വേണ്ടാത്തതും ആയിട്ടുള്ള അവയവം. അപ്പോൾ റെസ്റ്റ് വേണ്ടാത്ത അവയവങ്ങളാണ് ഹൃദയം, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. പക്ഷെ കൃത്യമായ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു അവയവമാണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്ന ഏരിയ എന്നുള്ളത്. അതിന് കൃത്യമായ റെസ്റ്റ് കൊടുക്കുക. അത് രാത്രിയിൽ നമ്മൾ കിടന്നിട്ടൊരു 5-6 മണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ ദാറ്റ്സ് ഐഡിയൽ തിങ്. അപ്പോൾ നമ്മളോടൊപ്പം നമ്മളുടെ ശരീരവും റെസ്റ്റ് എടുക്കും. നേച്ചുറോപ്പതിയിലാണല്ലോ ഡോക്ടർ എടുത്തത്. യു ആർ ആക്ച്വലി നേച്ചുറോപ്പതി ഡോക്ടറാണ്. അവിടെ എപ്പോഴും ഞാൻ നേച്ചുറോപ്പതിയുടെ ഒരു അസോസിയേറ്റ് ആണെന്ന് വെച്ചെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുന്നൊരു വാചകമാണ് ഗട്ട് ഹെൽത്ത് ആണ് പ്രധാനം എന്നുള്ളത്. എത്ര പേർക്ക് ഇതിനൊക്കെ ശരിക്കും അറിയാം? ഇപ്പം ഒരുപാട് എന്താ പറയുക മെഡിസിൻസ് ഉണ്ട് മാർക്കറ്റിൽ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ നമ്മൾ നോർമലി കഴിക്കുന്ന ചൂർണങ്ങളും ഒക്കെ തന്നെ. ബട്ട് ഒന്ന് ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളുടെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഹിപ്പോക്രേറ്റ്സ് ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അദ്ദേഹം പറഞ്ഞത് ഓൾ ഡിസീസ് ബിഗിൻസ് ഫ്രം ഗട്ട് എന്നാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയോ വർഷം മുമ്പ് അത് ആയുർവേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേദങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് ഒക്കെ അത് ക്ലിയർ ആണ്, കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗട്ട് ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിറന്നു വീഴുന്ന കുട്ടികളിൽ നിന്നാണ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീസെഷൻ ഡെലിവറീസ്, ഇപ്പോൾ നമ്മൾ സിസേറിയൻ ഡെലിവറീസ് ഒക്കെ കൂടി വരുന്ന ഒരു കാലമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്താണ്? അവർ അലർജിക്കാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് കുട്ടിയോടും ഇപ്പോഴത്തെ കഴിഞ്ഞൊരു 5 വർഷം 10 വർഷത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളോടും നിങ്ങൾ ചോദിച്ചു, അതിനകത്തൊരു 80% കുട്ടികൾ എന്തിനോടൊക്കെ പെട്ടെന്ന് അലർജിക്കാണ്. എന്താണ് അതിൻ്റെ റീസൺ? നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഡെലിവറിക്ക് പകരം നമ്മൾ സിസേറിയൻ ഡെലിവറി ആകുമ്പോൾ നമുക്കുണ്ടാവേണ്ട, കുട്ടിക്കുണ്ടാവേണ്ട ഗട്ട് ഹെൽത്ത് അത് അവിടെ തന്നെ കുറയാണ്. പിന്നീട് നമുക്കിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബേബി ഫുഡ് വരും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് നമുക്കുണ്ടാവേണ്ട പ്രീബയോട്ടിക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ വേ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന കൂവപ്പൊടി, ഏത്തക്കാപ്പൊടി, അതൊക്കെയാണ് നമ്മളൊക്കെ കഴിച്ചത്. അപ്പൊ അതിൽ നിന്ന് കിട്ടേണ്ട പ്രീബയോട്ടിക് ബാക്ടീരിയ അപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എന്ത് നമ്മൾ ബേബി ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഷുഗറാണ്, കാർബാണ്. നല്ലതില്ല എന്ന് മാത്രമല്ല മോശം വരികയും കൂടെ ചെയ്യുന്നൊരു ഹാബിറ്റാണ്. അപ്പോ കുട്ടികൾ നല്ല ചബ്ബിയാണല്ലോ, നല്ല അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ. സ്വാഭാവികമായിട്ടൊരു കുട്ടിക്ക് ഉണ്ടാവേണ്ട വലിപ്പമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ഗട്ട് ഹെൽത്തിന്റെ പ്രാധാന്യം ആ സമയം തൊട്ടേ വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ ഗട്ട് ഹെൽത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നീട് ഇങ്ങോട്ട് എന്ത് വിഷയം നോക്കി, ഇപ്പൊ സോറിയാസിസ്,
അപ്പോൾ ഗ്യാസ്ട്രിക് അസിഡിറ്റി ഇഷ്യൂസിനൊക്കെ നിങ്ങൾ ഗട്ടാണ് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും, ഓക്കെയാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ത്വക്കിന്, സ്കിന്നിനുണ്ടാവുന്ന സോറിയാസിസ്, അത് ഗട്ട് ഇഷ്യൂ ആണ്. ഗട്ടിലെ ബാക്ടീരിയ കൊണ്ടാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ ആൾക്കാർ പറയും ഈ ടെൻഷൻ വന്നാലും ഗട്ടിന് പ്രശ്നം വരും. ടെൻഷൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ എന്താണ് ഹാപ്പി ഹോർമോൺ? സ്ട്രെസ് വന്നാലുണ്ടല്ലോ, മൂത്ത് കുരു വരിക, ഒരു ആൾക്കാർ, എനിക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു, അതിന്റെ ആയിരിക്കാം മുഖത്ത് ഒരു ആക്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതും അല്ല, തീർച്ചയായിട്ടും മാം. ഇപ്പൊ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സെറട്ടോണിൻ, അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അത് ഗട്ടിലാണ്. ഓക്കെ. അത് സെക്രീറ്റ് ചെയ്യുന്ന സ്ഥലം ഗട്ടാണ്. നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുക, അതിനു വേണ്ടിയുള്ള പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും കൊടുക്കുക, അത് എവിടെയാണ് സെക്രീറ്റ് ചെയ്യേണ്ടത്? ആ ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യേണ്ട സ്ഥലം ഗട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗട്ടും സ്ട്രെസ്സും റിലേറ്റഡ് ആണ്. ഗട്ടും സ്ട്രെസ്സും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഗട്ടും ഉറക്കവും റിലേറ്റഡ് ആണ്. അപ്പൊ സ്ട്രെസ് അല്ലെങ്കിൽ സെറട്ടോണിൻ എന്നാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഉറക്കത്തിന് കാരണമായ ഗട്ട് ഹെൽത്തിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു 3-4 ഇപ്പൊ ആൾക്കാർ ചെയ്യാത്തതും എന്നാൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ്. അല്ല, ഗട്ട് ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ ഓവറോൾ വെൽബീങ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമുക്കുണ്ടാവുന്ന ചേഞ്ചുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മുടെ ദഹനം എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണ്, ഞാൻ ഭയങ്കര എരിവും പുളിയും ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഇഷ്യൂ വരുന്നത് എന്നാണ്. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എരിവും പുളി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആർക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂ വരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് അവരുടെ തിൻ ലെയർ ഉണ്ട്, ഇമ്മ്യൂണിറ്റി തിൻ ലെയർ, അതിനെ ബ്രേക്ക് ആവും. നമ്മുടെ ശരീരത്തിൽ H. പൈലോറി ബാക്ടീരിയ ഉണ്ട്. ആ H. പൈലോറി ബാക്ടീരിയയുടെ കൗണ്ട് ക്രമാതീതമായിട്ട് കൂടുമ്പോഴാണ് ഗട്ട് ഇഷ്യൂസ് വരുന്നത്. ഇപ്പോൾ ഈ അസിഡിറ്റി എന്ന് പറയും, ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, റൈറ്റ്? ഈ ഹൈപ്പോയുടെയും ഹൈപ്പറിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ രണ്ടിന്റെ സിംറ്റംസ് ഒന്നാണ്. അപ്പൊ മരുന്ന് കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. നെഞ്ചരിച്ചില്, കുളിച്ചുത കെട്ടുക, വയറിന് കമ്പനം വരിക, ഏമ്പക്കം വരിക, വായിക്കകത്ത് ഫോക്സ് സ്മെല്ല് വരിക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈപ്പോയുടെയും ഹൈപ്പറിന്റെയും സിംറ്റംസ്. ഒരു കൗതുകം കൂടെ അതിനകത്തുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കാരണമായിട്ടുള്ള ബാക്ടീരിയ ഒന്നാണ്, അതാണ് H. പൈലോറി. ഒരാളെന്നെ രണ്ടും ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ എവിടെയാണ് പോയി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, അത് വെച്ചാണ് ഈ രണ്ട് കണ്ടീഷൻ വരുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ ഈസിയാണ്, അതിന് കൃത്യമായിട്ട് കണ്ടുപിടിക്കില്ല. അതിന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ട്, അത് ഒരു 2 സ്പൂൺ എടുത്ത് ഗ്ലാസ്സിൽ ആ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കുടിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മളുടെ സിംറ്റംസ് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഹൈപ്പോ അസിഡിക് ആണ്. കാരണം നമ്മൾ ആസിഡ് കൊടുത്തിട്ട് നമുക്ക് പ്രശ്നമില്ലെങ്കിൽ, കാരണം നമ്മളുടെ ഹൈപ്പോയാണ്, നമ്മൾ ആസിഡ് കൊടുത്തപ്പോൾ ഓക്കെ. അതല്ല, നിങ്ങളുടെ സിംറ്റംസ് വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആണ്. കാരണം എന്താണ്? ആസിഡ് കൊടുത്തോ വീണ്ടും ആൽക്കലൈൻ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഏതാണെന്ന് അറിയാൻ പറ്റും, പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി അസിഡിക്കിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും, മരുന്ന് തരും, ആണോ? അപ്പൊ അത് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ? ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡാൻഡ്രഫിനും ഗട്ട് ഹെൽത്തിനും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഡാൻഡ്രഫ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിലെ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഇപ്പോ ഫാറ്റി ലിവർ, നമ്മുടെ ഇപ്പോ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് ഡാൻഡ്രഫ്, ഹെയർ ലോസ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, മെനിസ്ട്രൽ ഇഷ്യൂസ്, PCOD. അപ്പൊ ഈ PCOD ഒക്കെ ഇപ്പൊ വളരെ കോമൺ ആണ്. PCOD വളരെ കോമൺ ആണ്. അതിന് ആൾക്കാർ ഇത്രയും എന്താ പറയാ, അതിനെ പ്രാധാന്യം കൊടുക്കാതെ കാണുന്ന ഒരു ഡിസീസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ബേസിക് 80% ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺ PCOD ആണ്. PCOD ഈസി ക്യൂറബിൾ ആണ്. ആ മൊമെന്റിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ല, എന്നോട് എൻ്റെ ഒരു കസിൻ തന്നെ 2 വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അവൾ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ടെക്കിയാണ്. എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്താ പ്രശ്നം? അല്ല, അത് എനിക്ക് 2 വർഷം കൂടുമ്പോഴല്ലേ വേദന വരുന്നുള്ളൂ. അത് ശരിയല്ലോ, അത് അല്ല, എന്താ പ്രശ്നം? ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, IVF ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം. സോ നിങ്ങളെന്താണ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി മാത്രമാണ് PCOD കോംപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇൻഫെർട്ടിലിറ്റി വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ. അവിടെ ഒവേറിയൻ ക്യാൻസറിന് സാധ്യതയുണ്ട്, മറ്റ് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അപ്പോൾ മോസ്റ്റ്
നമ്മളത് പക്ഷേ വളരെ ഈസി ആയിട്ട് ഒരു ഡയറ്റ് കൺട്രോളിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് PCOD. അതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ താരൻ. ആ. നമുക്ക് കൃത്യമായി ഡയറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലൊക്കെ താരൻ കോമൺ ആയിട്ട് വരും. അപ്പോൾ ഈ താരൻ എങ്ങനെ പരിഹരിക്കും? ഞാൻ നല്ല പരസ്യങ്ങളെ കാണാറുണ്ട്. നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, സിൽക്കി ഹെയറോ വരും. അതായത് മുടി പൊഴിച്ചിൽ കുറയ്ക്കാം, വൈറ്റമിൻ ഡി കുറവാണ്, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള ഏത് വലിയ ബ്രാൻഡിൻ്റെ എടുത്ത് ഉപയോഗിച്ചാലും ആ സാധനം താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ശമനം കിട്ടുമായിരിക്കും. ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ സൊല്യൂഷൻ ഒരിക്കലും അല്ല. 100%. അതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ആത്മാ വെൽനെസ്സിൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെയാ, വാട്ട് ഈസ് ദാറ്റ് യുവർ ഫോക്കസ് യൂഷ്വലി? 100% ഗട്ട് ഹെൽത്തിലാണ്. 100% ഗട്ട് ഹെൽത്തിലാണ്. നമ്മൾ ഈ ഞാൻ നേരത്തെ മാമിനോട് പറഞ്ഞു എന്ന് തോന്നുന്നു, ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ മാം, ഈ T3 T4 TSH നോർമലായി, തൈറോനോം കഴിച്ച്, തൈറോയിഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നോർമലാണോ? നോർമലാണ് ഡോക്ടറെ. അപ്പോൾ വേറെ മുടി പൊഴിയാറുണ്ട്? മുടി പൊഴിയും ഡോക്ടറെ. നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നുണ്ട് ഡോക്ടറെ. ഇടയ്ക്ക് രാവിലെ തളർച്ചയുണ്ട്. ഈ തൈറോയിഡ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ എന്തായിരുന്നു കാരണം? തൈറോയിഡ് ചെക്ക് ചെയ്യാൻ മുടി പൊഴിയുമായിരുന്നു, വെയിറ്റ് കൂടുമായിരുന്നു, ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പം T3 T4 നോർമലായിട്ടും ഈ സിംറ്റംസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മരുന്ന് കഴിച്ചത്? അപ്പോൾ അതെന്താണ്? അവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആന്റിജനോ ആന്റിബോഡിയാണ്. നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? അങ്ങനെ ഒരു സാധനം ഇല്ല. അതിനെ 100% റിവേഴ്സ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഡയറ്റ് കൊടുത്ത്, സപ്ലിമെന്റ്സ് കൊടുത്ത്, കൃത്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്താൽ ഈ പറഞ്ഞ തൈറോയിഡ്, ഈ പറഞ്ഞ സോറിയാസിസ്, ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇതൊക്കെ വരുന്നവര് ഞാൻ വളരെ ഇപ്പോൾ ചില പേഷ്യൻസിനെയും ഡോക്ടേഴ്സിനെയൊക്കെ കാണാറുണ്ട്. അവർ പറയുന്നത്, ഡോക്ടറെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഡോക്ടറാണ് എൻ്റെ ഫാമിലി ഡോക്ടർ. അത് പേഷ്യൻ്റ് വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത്. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇയാൾ എൻ്റെ പേഷ്യൻ്റാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രൗഡായിട്ട് പറയുന്ന ഒരു സിസ്റ്റത്തോട് എനിക്ക് യോജിപ്പില്ല. അല്ലെങ്കിൽ അതല്ല ആത്മ. വർഷങ്ങളായി നിങ്ങളുടെ പേഷ്യൻറ്റിനെ പേഷ്യൻ്റായിട്ട് തന്നെ ടേക്ക് ചെയ്ത് നടക്കാനാണെങ്കിൽ ബേസിക്കലി എന്താണ് അവിടെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലായി? നന്ദി വീണ്ടും വരരുത് എന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ബേസിക്കലി ഡോക്ടറുടെ കടമ. താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്ന് പറയേണ്ട സമയം അല്ലത്. താങ്ക് യു, പക്ഷെ ഇനി വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ളപ്പോൾ വന്ന് കാണുന്ന ഒരു സ്ഥലമല്ലല്ലോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾ റിപ്പീറ്റഡ് വരവല്ല, മറിച്ച് നിങ്ങളുടെ ബേസ് റൂട്ട് കണ്ടുപിടിച്ചതിനെ പരിഹരിക്കുക. അത് നമ്മൾ ഫോക്കസ്, നമ്മൾ ഇവിടെ വന്നാൽ എല്ലാ ഡിസീസും മാറ്റാം, ഇവിടെ അതിനുള്ള ഒരു ഒറ്റമൂലിയില്ല. ബേസിക്കലി നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ടും നന്നായി ജീവിപ്പിച്ച് നന്നാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ അഭിജിത്തോ അല്ലെങ്കിൽ ആത്മയിലെ ഡോക്ടർമാരോ ടെക്നിക്കലി യെസ് വി ആർ ഡോക്ടേഴ്സ്, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊക്കെ ടീച്ചേഴ്സായി മാറണം എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞു തരാനും നിങ്ങളുടെ ശരീരത്തെ നന്നാക്കാനുമുള്ള പ്രതിജ്ഞ എടുത്ത ടീച്ചേഴ്സായി നമ്മൾ മാറണം. ടീച്ചേഴ്സാണ് നമ്മൾ, 100% ടീച്ചേഴ്സാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇപ്പോൾ രേഖാമം ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാരാണ്? ഞാൻ തന്നെ. അല്ലല്ലോ. പിന്നെ എൻ്റെ ഫാമിലി അല്ലല്ലോ. ഇപ്പോ ഈ 2 ഉത്തരം ഉണ്ടല്ലോ, ഞാൻ തന്നെ എന്നുള്ള ഉത്തരം. ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ഉച്ചയ്ക്ക് സാൻഡ്വിച്ച് കഴിച്ചത്. നല്ലതാണോ അത്? ഓക്കെ. അല്ല, അത് ഹെൽത്തി ആണോ? ബ്രൗൺ ബ്രെഡ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഹെൽത്തി ആണ്. ഇന്നലെ എന്താ രാത്രി കഴിച്ചത്? അതൊക്കെ കുറച്ചധികവും. അത് ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ഏറ്റവും നോൺ വെജ് ആയിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഈ നല്ലോണം കഴിക്കുന്നത്. ഈ നോൺ വെജ് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വെജ് ആവണമെന്ന് നിർബന്ധിക്കുന്ന ഡോക്ടറല്ല. പക്ഷേ ഇപ്പൊ ഫാമിലി ആണെന്ന് പറഞ്ഞില്ലേ, ന്യൂ ഇയറിന് ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു, മേ ബി ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ബർത്ത്ഡേ ഉണ്ട്, അപ്പൊ നമ്മൾ ഒരുമിച്ച് കേക്ക് മുറിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഫാമിലി നമ്മളൊക്കെ ആണെങ്കിലും അതിനുവേണ്ടി പണിയെടുക്കുന്നവർ നമ്മളായിരുന്നില്ല. ഒരാൾ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ച് പണിയെടുക്കുന്ന ആൾ അയാളോ അയാളുടെ വീട്ടുകാരോ അയാളുടെ ബന്ധുക്കളോ അയാളുടെ നാട്ടുകാരോ ഒന്നുമല്ല. അത് അയാളുടെ ശരീരം മാത്രമാണ്. ഒരു തരത്തിലുള്ള മരുന്നുകളും കഴിക്കാതെ, നേരത്തെ പറഞ്ഞ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലൊക്കെ പോയി 10 ദിവസം 15 ദിവസം കിടന്നിട്ട് അവരുടെ ഡയബറ്റിക് നോർമൽ ആവുന്നുണ്ടെങ്കിൽ
കൊളസ്ട്രോൾ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടർ ഒരു മാജിക്കും കാണിച്ചിട്ടല്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. അയാളുടെ ശരീരത്തെ അയാൾ കുറച്ചെങ്കിലും തിരിച്ച് സ്നേഹിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായിട്ട് ആ ശരീരം നമ്മളെ സ്നേഹിക്കുന്നതാണ്. വെരി ഗുഡ്. വർഷങ്ങളായിട്ട് നമ്മളുടെ ശരീരത്തെ കാണിക്കാൻ പറ്റാത്ത എല്ലാ ക്രൂരതയും നമ്മൾ കാണിച്ചിട്ടും നമ്മളെ നടത്താനും നമ്മളുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീരം അത്രമേൽ കരുണയുള്ളവനാണ്. നമ്മൾ ഒരാളെ വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചാൽ അയാൾ നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്യും? വേണ്ട, നമ്മളെ ഒരാൾ വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചാൽ നമ്മൾ അയാളുടെ എങ്ങനെ റിയാക്ട് ചെയ്യും? കൊടുക്കും. പക്ഷെ ശരീരം വളരെ മാന്യനാണ്. അതുകൊണ്ടാണ് 45-ാമത്തെ 50-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഡയബറ്റിക് വരുന്നത്. ശരിക്കും നമ്മൾ ശരീരത്തോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് 20-ാമത്തെ വയസ്സിലും 15-ാമത്തെ വയസ്സിലും നമുക്ക് ഡയബറ്റിക് വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ശരീരം വളരെ മാന്യനും വളരെ സ്നേഹിക്കാൻ അറിയാവുന്നതാണ്. പക്ഷെ അതാണ് ഇപ്പൊ ആത്മയില് നമ്മൾ ബേസിക്കലി ആൾക്കാരോട് പറയുക, സ്റ്റാർട്ട് ലവിങ് യുവർ ബോഡി. അവിടെ മാറും ഈ ലോകം, ആ മൊമെന്റിൽ മാറും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാൻ തീരുമാനിക്കുക. എനിക്ക് തുടക്കത്തിൽ മാം ചോദിച്ചതിന് ഇതാണ് 2025 നിങ്ങൾ തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്താണ്, പിന്നെ കൊച്ചിയിലുള്ളതും ഇതുമാതിരി ഇവിടെയും. ശരിക്കും 2021 ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി 42 ദിവസം കാറിലൊരു യാത്ര പോയി. അപ്പോൾ സെക്കൻഡ് കോവിഡ് വേവിന്റെ ആ ടൈമിലാണ്, 2021 ജാനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഈ മറ്റേ നമ്മുടെ ക്വാറന്റൈൻ കിടക്കണത് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 20 സ്റ്റേറ്റിലൊക്കെ ഇറങ്ങിയിട്ട് വന്നുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നതിന് ക്വാറന്റൈൻ കിടക്കണം. അപ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് പ്രാക്ടിക്കൽ സേഫ് അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ടു ബി വെരി ഫ്രാങ്ക്. അപ്പൊ ഞാനും എൻ്റെ സ്വന്തം ബ്രദറും ഞങ്ങൾ 4 പേര് കൂടിയാണ് യാത്ര പോയത്. അപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു വീട്, അമേരിക്കയിലുള്ള ഒരാളുടെ വീട് 10-11 വർഷമായിട്ട് അടഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 4 കൂടി പോയി ആ കാട് പിടിച്ച വീട് താമസിച്ചു. 21 ദിവസം കൊണ്ട് ഞങ്ങൾ ആ കാടൊക്കെ വെട്ടിത്തളിച്ച് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കൊക്കെ ഞങ്ങൾ അവിടെ കയറി താമസിച്ചു. അവിടെ കയറി 21 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ചെറിയ ബോധമോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും തോന്നി. അപ്പോൾ ഇത് ഈ വീട് ഇങ്ങനെ അടഞ്ഞു കിടക്കുവാണല്ലോ, ഇത് ഉപയോഗിച്ചാൽ 3 ബെഡ്റൂമുള്ള ഒരു 4 കെട്ടുള്ള ഒരു കേരള വീടാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒന്ന് അവരോട് ചോദിക്കാവോ, ഒന്ന് നമുക്ക് ഇവിടെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത്. ഇപ്പൊ അവര് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 4 കെട്ടില് 2021 2021 തുടങ്ങി യാത്ര. അവിടുന്ന് പിന്നെ അവിടുത്തെ ഒരു IP ഹോസ്പിറ്റലാക്കി നമ്മൾ ഒരു എ ഫ്രെയിം ബിൽഡിംഗ് പണിത്. അവിടുന്ന് ഇപ്പോ അവിടെയൊക്കെ IP ആണ്, കിടത്തി ചികിത്സകൾ. ഇപ്പൊ OP ക്ലിനിക്സ് കോട്ടയം ടൗണിലുണ്ട്, കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കാലിക്കറ്റിലുണ്ട്, ദുബായിലുണ്ട്. ഇത്രയും സ്ഥലത്ത് ഇപ്പൊ OP ക്ലിനിക്സ് ആണ്. ഇവിടെ എല്ലാം പറഞ്ഞ പോലെ വന്ന് ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ച് പോകാം. പലതരത്തിലുള്ള ആൾക്കാരെ ഡോക്ടർ കാണുന്നുണ്ട് അല്ലേ? ഡോക്ടർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഇപ്പൊ കുട്ടികൾ, ചെറുപ്പക്കാരുടെ ഇടയിലും, പിന്നെ ഒരു മെനോപോസിലേക്ക് അടുക്കുന്ന സ്ത്രീകളുടെ ഇടയിലും, പിന്നെ മധ്യവയസ്കരുടെ ഇടയിലൊക്കെ കാണുന്ന ഒരു കോമൺ ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, നോട്ട് ഡയബറ്റീസ്, വേറെ എന്ത് തോന്നിയിട്ടുണ്ടോ? മെനപ്പോസ് മാം, ഇപ്പോ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ മെനപ്പോസ് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതെ, ആ സമയത്ത് ഒരു അസാമാന്യ വേദന, ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ അമ്മമാരൊന്നും കേട്ടിട്ടില്ല. ഇല്ലായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു. അവർക്ക് പീരീഡ്സ് നിൽക്കുന്നു, കുറെ നാൾ പീരീഡ്സ് വരുന്നില്ല, അതങ്ങ് തീരുവാണ്. പക്ഷെ ഇപ്പോ ഒരു 43-42 വയസ്സ് തൊട്ട് they know menopause is going to come. അതിനെന്താണ് അതിന്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയാ? ശരീരം ഭയങ്കരമായിട്ട് ചൂടാവും, AC ഇട്ടാൽ പോലും വേർക്കും, ഹോട്ട് ഫ്ലഷ് ഉണ്ട്, പിന്നെ ജോയിന്റ് ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര തളർച്ചയായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഇഷ്യൂസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മളുടെ ഈ ഹോർമോൺ സെക്രീഷന്റെ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പർ ഡയറ്റിലേക്ക് പോകാൻ. ഇപ്പൊ നമുക്ക് മെനപ്പോസിന്റെ സമയത്ത് ഇഷ്യൂ വരുന്നു, അതിനു വേണ്ടിയുള്ള ഡയറ്റ് നമ്മൾ അതിലൂടെ അവരുടെ ഹോർമോൺ സെക്രീഷൻ ഇംബാലൻസിനെ ബാലൻസ് ആക്കും. അതിനകത്ത് ലോയോ ഹൈയോ എന്നുള്ളത് ഇംബാലൻസ് ആണ്, അതിനെ ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ ഇപ്പം യൂത്ത്, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ. ഇപ്പൊ യൂത്ത് പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ PCOD, മോർ ദാൻ 50%. ബോയ്സിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഫാറ്റി ലിവർ ആണ്.
അത് മദ്യപാനം കാരണമാണോ? അങ്ങനെ നിർബന്ധമില്ല. മദ്യപാനം വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് എന്നുള്ളതാണ് സത്യം. മദ്യപിക്കുന്നവർക്ക് മാത്രം വരുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്നൊരു ഇതില്ല. പക്ഷെ മദ്യപിക്കുന്നവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഫാറ്റി ലിവർ ആണ് വൺ ഓഫ് ദ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ് കോവിഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഉള്ള എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം 5 or 6 ഉണ്ടായിരുന്നുള്ളൂ. ഹെവി അത് 21 അങ്ങോട്ട് 30 അങ്ങോട്ട് വേണം അല്ലേ? പിന്നെ 30 above വേണം. 50 ഒക്കെ ഉള്ളവരാണ് ഐഡിയൽ അല്ലേ? എന്നിട്ട് പിന്നെ ഇത് പക്ഷെ എന്താ പ്രോബ്ലം ഡോക്ടർ, ഞാൻ ഒരു ദിവസം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു കഴിക്കാനായിട്ട് ഗ്രാന്യൂൾസ് പാലിലിട്ട് കഴിക്കാൻ പറഞ്ഞു. കഴിക്കുന്നു, 6 ആഴ്ച കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, സൂര്യൻ ഉദിച്ച ശേഷം ഒക്കെ. പക്ഷെ ഇത് കൂടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയുന്നില്ല. എത്ര കാലം കഴിക്കണം? ഇത് അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഇത് കൂടുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പക്ഷെ അങ്ങനെ ഒന്നും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൂടില്ല അല്ലേ? ഇല്ല, അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പണ്ട് വെയിലത്ത് പോയി കിട്ടുമായിരുന്നു, ഇപ്പൊ അതുമില്ല. കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മുടെ ബോഡി അതിനോട് കുറച്ചുകൂടി. കാരണം നമ്മുടെ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി വളരെ വളരെ കോമൺ. പണ്ടൊക്കെ കോളേജിൽ കാൽസിഫറോൾ അല്ലേ? അപ്പോ ഇതിപ്പോ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ളതാണ്. അത് വളരെ വലിയ പ്രശ്നമാണ്. അതാണ് ഏറ്റവും മോസ്റ്റ്. ആൾക്കാര് ഭയങ്കരമായി മെന്റലി സ്ട്രെസ് ആവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ മുടി പൊഴിച്ചിൽ വരുന്നു. ഇതിന് ബേസിക്കലി ചിലപ്പോൾ വൈറ്റമിൻ ഡി ആയിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി 10,000 യൂണിറ്റിന്റെ ഒക്കെ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ചില കമ്പനികൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിച്ചാൽ ഓക്കെയാണ്. ഇതിൽ നിന്നാണ് ഞാൻ അടുത്ത ഹെൽത്ത് നോക്കുന്നത്. എല്ലാവർക്കും ഉള്ള വേറൊരു പ്രശ്നം മെന്റൽ ഹെൽത്ത്. ചില ആൾക്കാർ അത് ഉറക്കമില്ലായ്മയിൽ നിന്നും അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ എന്താ ചിലപ്പോൾ ഈ എൻട്രൻസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. നമ്മളെന്നും ന്യൂസ് കാണുമ്പോൾ കാണുന്ന ന്യൂസുകൾ വെച്ചെങ്കിൽ സ്ട്രെസ് മൂത്ത് കുട്ടികളിൽ എതിർ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക. ഇതിനൊക്കെ വാട്ട് ഇസ് ദാറ്റ് യൂസ്? മെന്റൽ ഹെൽത്തിനെ രണ്ടായിട്ട് നമ്മൾ കാണുക, അല്ലെങ്കിൽ രണ്ടായിട്ടാണ് നമ്മൾ പറയണം എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്ത് ഡയറക്ട്ലി ഗട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് സെറട്ടോണിൻ, ഹാപ്പി ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ്. ഈ നമ്മുടെ ഉറക്കത്തിന് കാരണമായിട്ടുള്ള ആളാരാണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ എവിടെ നിന്നാണ് വരുന്നത്? അതും ഗട്ടുന്നാണോ? സെറട്ടോണിൻ. ഇതാണ് ഇതിന്റെ കണക്ഷൻ. ഒരു വെടിക്ക് 2 പക്ഷി. അപ്പൊ ഗട്ട് ഓക്കെ ആകുമ്പോഴാണ് സെറാട്ടോണിന്റെ പ്രൊഡക്ഷൻ. സെറാട്ടോണിൽ നിന്നാണ് മെലറ്റോണിൻ വരുന്നത്. ഉറക്ക പ്രശ്നം അല്ലെ കോർട്ടിസോളിന്റെ പ്രശ്നം. കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംബാലൻസ് ഉണ്ടാവും. നൈറ്റ് സമയത്ത് മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കൂടണം, കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറയണം. ഡേ ടൈമിൽ ഓപ്പോസിറ്റ് ആവണം. ഇതാണ് ഒരു ഹെൽത്തി ബോഡി. അപ്പൊ ഈ രാത്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് നോർമലി ഇപ്പൊ മാം ചോദിച്ചു, ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഉറക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഉറക്കം ഇതിന്റെ ഇംബാലൻസ് വരുമ്പോഴാണ് ഉറക്കത്തിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ശരിക്കും പല കണ്ടീഷനിലും സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നതിന് മുമ്പ് സൈക്കാട്രിക് ഡോക്ടറെ പോയി കാണുന്നതിനേക്കാൾ മുമ്പ് അവരുടെ സെറാട്ടോണിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആയാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. അത് ഗട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം മെന്റൽ ഹെൽത്തുമായിട്ട് ആൾക്കാർ വരും. ഞാൻ പറഞ്ഞ ഈ ലോകത്ത് ഈ സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ്. നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആരൊക്കെ തമ്മിലാണ്? തെറ്റും ശരിയും തമ്മിൽ ആണല്ലോ. മാമിന് എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ലോകത്ത് ഇന്നു വരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ലോകത്ത് ഇന്നു വരെ തെറ്റും ശരിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ശരിയും തമ്മിലാണ്. ഏത് പ്രശ്നം ലോകത്തെടുത്ത് നോക്കിക്കോളൂ, ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, അതൊന്നും തെറ്റും ശരിയും തമ്മിലല്ല, അത് ശരിയും തമ്മിലാണ്. ഇന്ത്യയുടെ ശരി ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ശരി ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ശരി ചെയ്യുമ്പോൾ യുക്രൈന്റെ ശരി ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ശരി ചെയ്യുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് പറയുന്നത് അയാളുടെ ശരിയാണ് ചെയ്യുന്നത്. അവിടുന്നാണ് ഈ എല്ലാ അടിപിടിയും തുടങ്ങുന്നത്. ഈ തിരിച്ചറിവിന്റെ കുഴപ്പമാണ് മെന്റൽ ഹെൽത്തിന്റെ കുഴപ്പം. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും തെറ്റും ശരിയും തമ്മിലല്ല, ശരിയും തമ്മിലല്ല. ഇത് ചിന്തിക്കാൻ എന്ന് നമുക്ക് പറ്റുന്നു അന്ന് സ്ട്രെസ് കുറയും. ഈ ഒരൊറ്റ പോയിന്റ് ചിന്തിക്കാൻ പറ്റിയ അതാണ് മെന്റൽ ഹെൽത്തിന്റെ സീക്രട്ട്. ഇത് ഞാൻ പറഞ്ഞപ്പം ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ വഴക്കുണ്ടാക്കുന്ന ആരുമായിട്ടാണ്? മെനു വന്നില്ലെങ്കിൽ, സമയത്തിന് വന്നില്ലെങ്കിൽ അല്ല, ശരിക്കും അതിനു മുമ്പ് നമ്മൾ പാർക്കിംഗ് നിൽക്കുന്ന സെക്യൂരിറ്റിയോടാണ്. പാർക്കിംഗ് നിൽക്കുന്ന സെക്യൂരിറ്റിയോട് നമ്മൾ വഴക്കുണ്ടാക്കും. അങ്ങനെ ജോലി ചെയ്യാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അച്ഛനിപ്പം 58 വയസ്സാണ്. 60-70 വയസ്സായ പാവം പിടിച്ച മനുഷ്യര് കഷ്ടപ്പെട്ട് ആ വെയിലത്ത് ജോലി ചെയ്തിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്ന അവരോടാണ്. ആലോചിച്ച് നോക്കാം, അവർക്ക് നമ്മൾ അറിയുമോ? നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമുണ്ടോ മനുഷ്യന്? നമ്മൾ വഴക്കുണ്ടാക്കും. 2, ഞാൻ റെസ്റ്റോറൻറ്റ് ഉദാഹരണം, അവിടെ പോയി വെയിറ്ററോട് വഴക്കുണ്ടാക്കും.
അവൻ നിന്ന് അവന്റെ വെരിക്കോസ് വെയിൻ എപ്പോഴാ വരുന്നതെന്ന് പോലും അറിയാതെ ആ പാവം അവിടെ നിന്നിട്ട് നമ്മൾ ആ വീട്ടിലോട് വഴക്കുണ്ടാക്കും. സത്യമാണ്. എന്നിട്ട് അത് നമ്മുടെ ആധികാരികമായ ഒരു പവർ. ഞാൻ പൈസ ഞാൻ പറഞ്ഞു ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. ഞാൻ ഇല്ലാന്നല്ല കേട്ടോ, ഇതിനകത്തൊക്കെ ന്യായങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഞാൻ നേരെ വണ്ടിയുടെ സ്ഥലം ഉണ്ടായിട്ട് ചിലപ്പോൾ ആവശ്യമില്ലാതെ എടുത്തോണ്ട് തിരിച്ചു യു ഹാവ് റീസൺസ്. പക്ഷെ ബേസിക്കലി നിങ്ങൾ ആലോചിക്കും ആ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതെ, എന്തോ ഒരു ശരി അങ്ങനെ പോയിട്ടുണ്ട് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മുടെ ജീവിതത്തിലെ ഏത് ആക്ഷന് റിയാക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ഷൂസിൽ നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇന്ന് വരില്ല. ഇപ്പൊ ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം പോയി. ഞാൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോയി. പേഷ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ നിൽക്കുന്നു. ഞാൻ അവിടെ അവരുടെ വീട്ടിൻ്റെ ഹോളിലിരിക്കുന്നു. അപ്പോൾ എന്നോട് ആ ചേച്ചി പറയാണ് മോള് മേളിലുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു ആണോ, ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്നു ആ അമ്മ. അമ്മു ഇങ്ങ് വാ എന്ന് പറഞ്ഞു. ആ അമ്മേ വരുവാ എന്ന് പറയുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഈ അമ്മ അമ്മോ ഇങ്ങ് വാ എന്ന് പറയുന്നു. ആ വരാം അമ്മേ എന്നവൾ വീണ്ടും പറയുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു 10 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും അമ്മു നിന്നോട് ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് ഈ അമ്മ എൻ്റെ മുന്നിൽ ദേഷ്യത്തോടുകൂടി മേലോട്ട് കയറി പോവാ. എന്നിട്ട് ഇവർ കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചറിയാം. ഈ രണ്ടുപേരൂടെ തിരിച്ചറിയാം. എന്നിട്ട് രണ്ടുപേരോട് ഇരുന്നിട്ട് ഇപ്പം ഞാൻ എന്താണ് സംഭവം, ഞാൻ പറഞ്ഞു അല്ല ഡോക്ടറെ എനിക്ക്, ഞാൻ പറഞ്ഞു സി ഈ അമ്മ മോളെ 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് ഒരു കാര്യം, മോൾക്ക് പീരീഡ്സ് ആയിട്ട് വേദന കാരണമാണ് മോള് വരാൻ. ഇതിനകത്ത് ആരാ തെറ്റ് ചെയ്തത്? രണ്ടുപേരും അല്ലല്ലോ. പക്ഷെ അതൊരു തെറ്റുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ. എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം വിളിച്ചിട്ടും മോള് താഴോട്ടിറങ്ങി വരുന്നില്ല എങ്കിൽ വെളിയിൽ നിന്ന് വന്ന ഒരാളുടെ മുമ്പിൽ എൻ്റെ മോൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളല്ല എൻ്റെ മോള്. അപ്പൊ അവള് വരാത്തതിന് എന്തോ റീസൺ ഉണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള ബോധം അമ്മയ്ക്കില്ല. വെളിയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുകയാണ്, എനിക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ 2 3 പ്രാവശ്യം വിളിച്ചാൽ അമ്മ പോയില്ലല്ലോ, അമ്മയ്ക്ക് ഇൻസൾട്ട് ആവും എന്ന് ചിന്തിക്കാനുള്ള ബോധം നോക്കൂല. അത് ഈ ജനറേഷൻ കഴിഞ്ഞ് എന്റെ ജനറേഷനിൽ അമ്മ ഒരു വിളിച്ചാൽ ഞാൻ എവിടെ എത്തുന്ന എനിക്കറിയാം. അത് വരും. ഞാൻ പറഞ്ഞത് ഈ ജനറേഷനിലെ ഈ ഇഷ്യൂസ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് അവരെന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അവിടെ തീരുന്നു. ഈ മെന്റൽ ഹെൽത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. അതായത് തെറ്റും ശരിയും തമ്മിൽ ലോകത്ത് അടികളില്ല, അടികളുള്ളത് ശരിയും തമ്മിലാണ്. ഡോക്ടറിന്റെ കുട്ടിക്കാലം ഒരു നമ്പൂതിരി ഇല്ലത്തിലായിട്ടുണ്ടാവണല്ലോ. അപ്പൊ ഈ നേച്ചുറോപ്പതി ഇൻട്രസ്റ്റ് തോന്നാൻ അങ്ങനെ അന്നത്തെ ഒരു ബാല്യകാലത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇല്ല. നാച്ചുറോപ്പതി ഇൻട്രസ്റ്റ് എവിടെയായിരുന്നു ശരിക്കും വീട്? എൻ്റെ വീട് കോട്ടയത്താണ്. നാച്ചുറോപ്പതിയിൽ ഇൻട്രസ്റ്റ് വന്നാൻ ബാല്യകാലത്ത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഞങ്ങളുടെ വീട്ടിലെ സംസാര ഭാഷ സംസ്കൃതമാണ്. എൻ്റെ അമ്മയൊക്കെ 9 മക്കളാണ്. കൈതപ്പുറമാണ് പയ്യന്നൂർ കൈതപ്പുറം. അപ്പോൾ അവരില് 3-4 കുട്ടികളുടെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവരൊക്കെ സംസ്കൃത അധ്യാപകരാണ്. മരുമക്കളും സംസ്കൃത അധ്യാപകരാണ്. എൻ്റെ അച്ഛൻ അമ്പലത്തിൽ തിരുമേനിയാണ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മരുമക്കളും സംസ്കൃത അധ്യാപകരാണ്. അമ്മ ടീച്ചറാണ്. അമ്മ സംസ്കൃത ടീച്ചറാണ്. അപ്പോൾ ആ അമ്മയുടെ വീട്ടിൽ അമ്മാത്തെന്നാ പറയാ, അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു 8-9 സംസ്കൃതം ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും നമ്മളുടെ സംസാര ഭാഷ സംസ്കാരം. സോ അവിടെ തൊട്ട് സംതിങ് റിലേറ്റഡ് ടു അവർ കൾച്ചർ എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ അത് റിലേറ്റഡ് ടു കൾച്ചർ എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അത് സംസ്കൃതമോ ആയുർവേദമോ നാച്ചുറോപ്പതിയോ സംതിങ് അങ്ങനെ പഠിക്കണം. അതുകൊണ്ടാണ് ഇന്ന് വരെ എനിക്ക് ഈ വെളിയിൽ പോയി താമസിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയൊക്കെ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ദുബായിൽ എനിക്ക് ക്ലിനിക് ഉണ്ട്, ഞാൻ പോകാറുണ്ട്, യാത്രകൾ ചെയ്യുന്ന ആളാണ്, കുറേ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് എൻ്റെ സ്ഥലം, ഇതാണ്. അപ്പോൾ ഇവിടം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും പഠിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഫോക്കസ് ഞാൻ പറഞ്ഞു കേട്ടു വെച്ചാൽ 36 പേര് താങ്കളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ 33 പേരും ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. നിങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. അതെ, അതാണ് മാം. ഇത് കാനഡ, UK അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെ ഈ ഞാനിത് കേട്ടതേ കൊള്ളാവുന്ന എല്ലാവരും നാട് വിട്ടുപോയി. ഞാനിത് ആരോട് ചോദിക്കുമ്പോഴും ഉള്ളൊരു ഡയലോഗാണിത്. ഇന്ത്യയിൽ ആരാ ഉള്ളേ? ബുദ്ധിയുള്ളവരെല്ലാം നാട് വിട്ടു പോയില്ലേ എന്നുള്ളത്. ഈ നാട്ടിൽ പിന്നെ പക്ഷേ ഈ അപമാനത്തിന് ഇപ്പം മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ ഈ അപമാനത്തിന് വലിയൊരു ആത്മവിശ്വാസം നൽകാൻ പറ്റും. അതായത് നമ്മൾ ഇനി ചെയ്ത് കാണിക്കുന്നതെല്ലാം മാതൃകകളാണ്. ഈ നാട്ടിൽ നിൽക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നയാളാണ്. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജോലിയാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ഇന്ന് വരെ ആരും ബിസിനസ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഞാൻ ഒരു നോർമൽ ഡോക്ടർ, ഒരു ആയുർവേദ നാച്ചുറോപ്പതി ഡോക്ടർക്ക്
ഇപ്പോൾ പഠിച്ചിറങ്ങിയാൽ കിട്ടുന്ന ഒരു 15,000 ബേസിക് സാലറിയിൽ നിന്നുകൊണ്ട് 5.5 വർഷം പഠിച്ച് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിലേക്ക് പോകുന്നതിന് പകരം നമുക്കിവിടെ നമ്മുടേതായ സ്പേസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല മാം, ഈ കൂടി വരുന്ന കുഴിമന്തിക്കടയാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ്. ബേസിക്കലി അത് തന്നെയാണ്. അതായത് ബുദ്ധി ഇല്ലാതെ അല്ലെങ്കിൽ ഉള്ള ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കുന്ന തലമുറയുടെ അടുത്തേക്ക് ധൈര്യമായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. അവരിൽ ഇഷ്ടംപോലെ രോഗികളുണ്ട് എന്നുള്ളതാണ്. രോഗത്തിനപ്പുറം അവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആത്മ എന്നുള്ളത്. നമ്മൾ മാക്സിമം ആളുകളെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ആളുകളെ ടച്ച് ചെയ്യുക. നേരിട്ട് കാണാൻ പറ്റുന്നവരെ നേരിട്ട് കാണുക, അല്ലാത്തവരെ ഓൺലൈനിൽ കാണുക. ആൾക്കാരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2025 ആത്മയുടെ ലക്ഷ്യം 1 ലക്ഷം ആൾക്കാരെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. വെരി നൈസ്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നത് ഇവിടെ ഈ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉള്ള ലൈഫ് സ്റ്റൈലിനെ, നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉള്ള ഗട്ട് ഹെൽത്തിനെ നമുക്ക് പരിഹരിക്കാം. അത് അതിനൊക്കെയാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് വിശ്വസിക്കുന്നത്. എന്റെ ലാസ്റ്റ് സെക്ഷനാണ്. ഞാനൊരു വാക്ക് പറയാം. അതിൽ ഡോക്ടർക്ക് എന്താണ് ഡോക്ടർ നർമ്മത്തിൽ വരുന്നത് വെച്ചാൽ വളരെ നർമ്മമായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറയണം. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത്. രുചി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന അമ്മ എന്നാണ്. തീർച്ചയായിട്ടും അമ്മ എന്നാണ് രുചി. പക്ഷെ ഹെൽത്ത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്ത്. ടെംപ്ടേഷൻ. കാരണം എല്ലാം ആസക്തിയിലേക്കാണല്ലോ. അത് വേണം വേണ്ട എന്നുള്ള സാധനം നമ്മൾ ആസക്തി ആൻഡ് ടെംപ്ടേഷൻ. തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. തിരിച്ചറിവുണ്ടായാൽ ടെംപ്ടേഷനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ശരിയും എന്നുള്ള യുദ്ധം തിരിച്ചറിവാണ്. അതായത് ഈ വിവേകം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ശരി മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം നമുക്കില്ല. നമ്മളുടെ മുമ്പിൽ തെറ്റും ശരിയും വരാം, നമ്മളുടെ മുമ്പിൽ നല്ലതും ചീത്തയും വരാം, നമ്മുടെ മുമ്പിൽ ധർമ്മം അധർമ്മം ഒക്കെ വരാം. അതിനകത്ത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ഹീലിംഗ്. ഞാൻ സോയുടെ ആത്മ എന്ന് പറയണല്ലോ, അങ്ങനെയല്ല. പക്ഷേ ഹീലിംഗ് എന്നുള്ള വാക്കിന് വീണ്ടും നമ്മളുടെ തീരുമാനം, ഡിസിഷനാണ് ഹീലിംഗ്. അത് നമ്മൾ ഡിസിഷൻ എടുത്താൽ നമ്മുടെ ശരീരം ഹീലാണ്. അതെ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഡ്രഗ് അഡിക്ഷനുള്ള ഡീടോക്സ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ ആ വാക്ക് ഡീടോക്സ് എന്ന് പറയിച്ചാൽ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഡീടോക്സ് എന്നുള്ള വാക്കുണ്ടല്ലോ മാം, ഇത് എൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മളുടെ ഈ തുണിയിൽ ചെളി പറ്റിയാൽ നമ്മൾ പൈസ കൊടുത്ത് ഡ്രൈ ക്ലീൻ ചെയ്യും. വണ്ടിയിൽ ചെളി പറ്റിയാൽ നമ്മൾ കാർ വാഷ് ചെയ്യും. ശരിക്കും ഈ മനുഷ്യന്മാര് പൈസ തന്ന് ശരീരത്തിൽ ചെളി വരുത്തേക്കാനാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഡീടോക്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഡീടോക്സിഫിക്കേഷൻ നമ്മൾ ആൾക്കാർ പൈസ ഡീടോക്സ് എന്നുള്ള വാക്കിന് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നമ്മളുടെ എനർജിയാണ്. നമ്മളുടെ എനർജി നമ്മളിലേക്ക് വിടുമ്പോഴാണ് ഡീടോക്സ് ആകുന്നത്. എന്താ പറയാ, ഹോളിസ്റ്റിക് ആയിട്ടുള്ള വെൽബീയിങ്. ഹോളിസ്റ്റിക് എന്ന് പറയില്ലേ നമ്മളൊരു വാചകം, അതിനെന്താ തോന്നുന്നത്? ആരോഗ്യം എന്നുള്ളതാണ്. ഈ വെൽനെസ് എന്നുള്ളത് ഇപ്പൊ രണ്ടാണ്. ഈ രോഗം ആരോഗ്യവും രണ്ടാണ്. നമ്മൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതൊക്കെ ആരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവണം എന്നുള്ളത്. അവിടെയാണ് ഈ വെൽബീയിങ് ഉണ്ടാവുന്നത്. രോഗങ്ങളെ പറ്റി അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഡിബേറ്റ് ചെയ്യേണ്ടതൊക്കെ ആരോഗ്യത്തെ പറ്റിയാണ്. ആരോഗ്യമുള്ളവർ ഈ നാട്ടിൽ നിലനിന്നിട്ടുണ്ട്. ആരോഗ്യമുള്ളവരാണ് കോവിഡിൽ നിലനിന്നത്. രോഗങ്ങളില്ലാത്തവരല്ല, മറിച്ച് ആരോഗ്യമുള്ളവരാണ്. അതുകൊണ്ട് വെൽബീയിങ് എന്നുള്ള വാക്കിന് ചിന്തിക്കുമ്പോൾ എപ്പോഴും ആരോഗ്യത്തിന്റെ ഒപ്പം എന്ന് വാക്കാണ് റീസ്റ്റോറേഷൻ. ഹീലിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യാണ് നമ്മുടെ. അതിനെക്കുറിച്ച് ഈ റീസ്റ്റോർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ശരീരം നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ഈ റീസ്റ്റോർ എന്നുള്ളത്. അതൊരു ഈ എവറി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൃത്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് തരുന്ന അനുഗ്രഹമാണ് റീസ്റ്റോർ ചെയ്യുന്നത്. അവസാനമായിട്ട് ആത്മ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അവയർനെസ് ആവണം എന്നുള്ളതാണ്. ബോധവൽക്കരിക്കാനാണ്. പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നരേന്ദ്രമോദിക്കോ പിണറായി വിജയനോ നോട്ടീസ് ഇറക്കി നന്നാക്കാൻ പറ്റുന്നതല്ല ഓരോരുത്തരുടെയും ശരീരം. അതുകൊണ്ട് പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുതായിരിക്കണം, എങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ള ബോധവൽക്കരണമാണ് ആത്മയുടെ ലക്ഷ്യം. ആത്മ ആഗ്രഹിക്കുന്നതും ആത്മ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡെഫിനറ്റ്ലി നമുക്ക് കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഉണ്ട്, നമുക്ക് പേഷ്യൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. 1 ലക്ഷം ടച്ച് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഷുവർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.